എന്റെ കാര്യം കുറച്ചു ദിവസത്തേക്ക് ബോറ് തന്നെയായിരിക്കും. നീ ഇല്ലാതെ തനിച്ചിവിടെ. ഞാൻ ആലോചിക്കുക, കുറച്ചു ദിവസത്തേക്ക് ലീവ് എടുത്ത് നാട്ടിലേക്ക് പോയാലോ എന്ന്. അല്ല, നീ എന്താ എങ്ങനെ നിൽക്കുന്നേ? ഉണ്ണി അസമ്പായും താഴെ വെയിറ്റ് ചെയ്യാ. ഇപ്പോ ഒരു കൺഫ്യൂഷൻ പോണോന്ന്. ആ, ഇതാ നിന്റെ കുഴപ്പം. നീ തന്നെയല്ലേ പറഞ്ഞത് ബാംഗ്ലൂരിന് എങ്ങോട്ടെങ്കിലും പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കുമെന്നൊക്കെ. ശരിയാണ്, പക്ഷേ വേദനിപ്പിക്കുന്ന ഓർമ്മകളിൽ നിന്ന് എനിക്ക് അവിടെയും രക്ഷയുണ്ടാവില്ല എന്നുള്ളൊരു ചിന്ത. എന്തായാലും നിനക്ക് സ്നേഹം തരാൻ അവിടെ ഒരുപാട് പേരുണ്ട്, തിരിച്ച് നിനക്ക് സ്നേഹിക്കാനും. കൂട്ടിക്കൊണ്ടുപോന്നു. ഉപേക്ഷിച്ചിട്ട് പോരാൻ വയ്യാത്തൊരു. വരുമോളെ. നന്നായി. ലക്ഷ്മി, ആഹാ, ആരാത്? പാമോളെ. അവിടെ എല്ലാവർക്കും പേടി, എപ്പോഴാ എന്തെങ്കിലും കടുങ്കൈ കാണിക്കാന്ന്. എനിക്കിങ്ങനെ ഒരു വഴിയെ തോന്നിയുള്ളൂ. നന്നായിടോ. അവന്റെ ആത്മാവിന് സന്തോഷമായിട്ടുണ്ടാവും. അത്ഭുതം തനിക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നിയില്ല. ഇത്തിരി വകതിരിയൊക്കെ കയ്യിലുണ്ട് അല്ലേ? പാവം കുട്ടി. ഇന്നലെ രാത്രിയും കൂടി ഞാൻ സ്വപ്നം കണ്ടു. നമ്മുടെ കൊളക്കടവ് പോലെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കിരുന്ന് കരയാ. എന്നിട്ട് പിറുപിറുങ്ങനെ പറയണുണ്ട് അപ്പൂട്ടന്റെ കാര്യാ. പാവം. എന്തായാലും ഉണ്ണീട്ടൻ കൂടെ കൊണ്ടുവന്ന് നന്നായേ ഉള്ളൂ. ഭദ്ര കഴിയണതും കൂടെ ഉണ്ടാവണം. വെറുതെ ഓരോന്നാലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കാൻ ഇടം കൊടുക്കരുത്. പൂവ് ഞാനുമായിട്ടങ്ങ് ഇണങ്ങിക്കോളും. മുഖം കണ്ടാൽ അറിയില്ലേ, ഒരു സാധുവാ. ഇതെവിടെയാ വെക്കേണ്ടത്? അങ്ങോട്ട് വെച്ചോളൂ. എന്റെ അമ്മോ, ഒന്ന് സഹായിച്ചെന്റെ കുട്ടിയെ. അമ്മയും മുത്തച്ഛയും വലിയ സന്തോഷത്തിലാ. ആ കുട്ടിയെ മടിയിൽ ഇറക്കണില്ല എന്ന് പറയണാവും ശരി. അല്ല, ആ കുട്ടിയുടെ അച്ഛന്റെ അടുത്ത് വിവരം പറഞ്ഞു പോകും. അതിന്റെ ആവശ്യമുള്ളതായി ആരും പറഞ്ഞില്ല. ഒരു കണക്കിന് എന്തിനാ? ആള് ഫുൾ ടൈം ചൂടും പുറത്താന്നല്ലേ കേൾവി. എന്താ ചെയ്യാ, മനുഷ്യരുടെ ഓരോ കാര്യം. വൃത്തിയാക്കിയില്ലേ കുട്ടിയെ? കഴിഞ്ഞു. നീ ആ കുളിമുറിയിൽ വെള്ളം നിറച്ചിടേ. മോക്കൊന്ന് കുളിച്ച് ഈ വേഷമൊക്കെ ഒന്ന് മാറാലോ. ഇത് സ്വന്തം വീടായിട്ട് കരുതണം. അങ്ങനെ തോന്നി എല്ലാവരുമായിട്ട് ഇടപഴകുമ്പോഴേ മനസ്സിനൊരു മാറ്റം ഉണ്ടാവും. ഇനി തിരിച്ചു പോണോന്നും പറഞ്ഞ് ധൃതി കാണിച്ചാലാ എനിക്ക് പിടിക്കാഴിക. വിടില്ല ഞാൻ കുറച്ചു കാലത്തേക്ക്. ഇല്ല, അമ്മ പറയണവരെ ഞാൻ പോവില്ല. ആ നാണുവേ, അടുക്കള ചെന്ന് ലക്ഷ്മിക്കുട്ടിയോടെ ഊണിനെന്താ വകാന്ന് അന്വേഷിക്കേ. എന്റെ കുട്ടിക്ക് ഇന്ന് രുചിയോടെ എന്തെങ്കിലും വിളമ്പി കൊടുക്കണം എനിക്ക്. ശരി. വല്യമ്മാവനെ അന്വേഷിച്ചു. ഭദ്രേ, എനിക്കൊന്ന് കാണിച്ചു തരോ നാരായണൻ ഉറങ്ങുന്ന സ്ഥലം? ദാ അടച്ചിട്ടിരിക്കണില്ലേ, ഇത് തന്നെ അപ്പൂട്ടന്റെ മുറി. അവധിക്കൊക്കെ വരുമ്പോഴേ തുറക്കാറുള്ളൂ. ഞാൻ ചോദിച്ചത് ഇപ്പോഴുറങ്ങുന്ന സ്ഥലത്തെ കുറിച്ചാ. കാണണോ? വരൂ. കുഴിവെട്ടി അടക്കിയതാ. മൂത്തോര് ജീവിച്ചിരിക്കുമ്പോ ദഹിപ്പിക്കാൻ പാടില്ലെന്നല്ലേ. ദേ, നമുക്ക് പോവാം. കരയാനായിരുന്നു എന്ന് വെച്ചാ ഞാനിവിടെ കൊണ്ടുവരില്ലായിരുന്നു. ഭദ്ര പോയിക്കോളൂ. ഞാൻ ഇനി കുറച്ചു നേരം ഇവിടെ ഇരിക്കണം. ചെല്ലു, ഞാൻ വന്നോളാം. പെട്ടെന്ന് വരണേ, അന്വേഷിക്കും.
നരൻ, ഞാൻ വന്നു നരൻ. അവിടെ തനിച്ചെനിക്ക് വയ്യ. ഞാനും നീയും എന്നൊന്നില്ല. നമ്മള് രണ്ടുമെന്ന് ഒരു സത്യമുള്ളൂ നാം എന്നോട് പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ എന്നെ മാത്രം തനിച്ചിട്ട് പോയി കളഞ്ഞത്? ചെറുമി, ചെറുമി നാരൻ, ചെറുമി. നന്ദ, നരൻ, നരൻ. നന്ദ, എന്താ നന്ദ? ഞാൻ ഉണ്ണിയാണ്. സോറി. ഞാൻ സോറി ഉണ്ണി. വരൂ, വാ, വരൂ. എവിടെയായിരുന്നു? അവിടെ തെക്കേ കണ്ടത്തില്. എന്താ മോളെ ഇത്? എന്തിനാ ഇപ്പൊ അങ്ങോട്ടെല്ലാം പോയത്? മതി ഭദ്രേ. പറ്റില്ല. നല്ലോണം കൊണ്ടു നടത്താൻ ഉണ്ണേട്ടന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചിരിക്കുക. എല്ലാരും കൂടി എന്നെ കൊച്ചുകുട്ടിയാക്ക. അമ്മയും മുത്തശ്ശിയും ചെറിയമ്മയും. എനിക്കും അതെ, കൊച്ചുകുട്ടിയാ. വലിയ പഠിപ്പൊക്കെ ഉള്ള ആളാന്നറിയാം. എന്നാലും അനിയത്തി കുട്ടിയായിട്ട് അങ്ങനെ കരുതാവോ? അതോ അതേ പ്രസംഗാവോ? ഏടത്തി കുട്ടിയായിട്ട് തന്നെ കൂട്ടാം. ഇവിടെ ഇരിക്കൂ. ഞാൻ ഉറങ്ങിയിട്ട് എന്റെ അടുത്തുനിന്ന് പോവാം. ഓ, കിടന്നോളൂ.